ഇയാമ ജോവ് എന്ന OK പ്രഭാകരൻ വട്ടം തട്ട രചിച്ച ആദിമ ഗോത്രജരുടെ ബാലാവകാശ പോരാട്ട ചരിത്രം, അത് നമ്മുടെ മുഖ്യധാര ചരിത്രത്തിൽ ഒരിക്കലും ഇടം കിട്ടാതെ പോയ കാലത്തെ അങ്ങേയറ്റത്തെ കൊടിയ ദുരിതങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ ആദിമ ഗോത്രജരുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളോടെയും കൂടി രേഖപ്പെടുത്തി വെക്കുന്ന അത്യപൂർവമായ ഒരു ഗ്രന്ഥമാണ്. മുഖ്യധാര ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒടുങ്ങിപ്പോയ മനുഷ്യരുടെ നിലവിളികളും അവരുടെ ഒടുങ്ങാത്ത അവരുടെ പോരാട്ട വീര്യവും അവരുടെ നിസ്സഹായതയും എല്ലാം ഈ പുസ്തകത്തിൻ്റെ താളുകളിലുണ്ട്. ഇത് കുട്ടികളുടെ ബാലാവകാശ പോരാട്ടങ്ങളുടെ ബാലാവകാശ ചരിത്രം, അത് ആദിമ ഗോത്രജരുടെ ബാലാവകാശ പോരാട്ട ചരിത്രം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ തലവാചകത്തിൽ ഇതിൻ്റെ ഗ്രന്ഥകാരൻ പറയുന്നത്. ഇത് കുട്ടികളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഒരു ആദിവാസി ഊരിൽ മാല മായിലോൻ ദമ്പതികളുടെ മകനായ ഒരു ആദിവാസി കുട്ടിയുടെ 5, 6, 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തെയാണ് ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ വായിക്കേണ്ടുന്ന ഒരു വലിയ ചരിത്ര രേഖ കൂടിയാണ്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇത് മംഗലംകളിപ്പാട്ടിലെ 1 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിന് ആധാരമായി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ കുട്ടി ജനിക്കുന്നത് മുതൽ ഒരു 6, 7 വയസ്സ് കാലം വരെയുള്ള ആ കുട്ടിയുടെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. പഴയ കാലങ്ങളിൽ ആദിവാസി ഊരുകളിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ തമ്പുരാനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് ആൺകുട്ടിയാണെങ്കിൽ 1 നാഴി നെല്ലും 1 തേങ്ങയും, പെൺകുട്ടിയാണെങ്കിൽ 1/2 നാഴി നെല്ലും 1/2 തേങ്ങയുമാണ് അതിന് കൊടുക്കുന്നത്. ഇങ്ങനെ അറിയിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഊരിലും കുട്ടി ജനിക്കുന്നതും ഓരോ ഊരിലും എത്ര കുട്ടികളുണ്ട്, അപ്പോൾ തമ്പുരാന് കൂടുതൽ അടിമകളെ ഉണ്ടാക്കുന്നതിനും ആ അടിമക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകാതെ എല്ലാവരെയും എല്ലാ കാലത്തും അടക്കി നിർത്തുന്നതിനും വേണ്ടി തമ്പുരാക്കന്മാർ ഉണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെല്ലാം. അങ്ങനെ അതിൻ്റെ ഉള്ളിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന പൂർവ്വകാലത്തെ മനുഷ്യരുടെ അതികഠിനമായ ചരിത്രത്തെ രേഖപ്പെടുത്തി വെക്കുകയാണ് OK പ്രഭാകരൻ ചെയ്യുന്നത്. നമ്മുടെ ചരിത്രം രചിക്കാൻ മറ്റാരും തയ്യാറാകാതിരുന്ന ഒരു കാലത്ത്, ഈ കാലത്തും അല്ലെങ്കിൽ ഏത് കാലത്തും നമ്മുടെ ചരിത്രം പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന മനുഷ്യൻ്റെ നിസ്സഹായത ബോധ്യങ്ങളിൽ നിന്നും അവരുണ്ടാക്കിയ കൊട്ടും പാട്ടവും ആട്ടവും താളവും ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. അതല്ലാതെ വലിയ തമ്പുരാക്കന്മാരോ ചരിത്ര പണ്ഡിതന്മാരോ പഠിക്കുകയും നിലവിലുള്ള രേഖകളുടെയൊക്കെ ലഭ്യതയ്ക്ക് അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങളൊന്നും നമുക്കില്ലാതെ പോയതും അതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള സങ്കടങ്ങളെ കാണാനും അത് രേഖയിലാക്കാനും തമ്പുരാക്കന്മാർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം അത് അവരവരെ തന്നെ ചോദ്യം ചെയ്യുന്ന പുസ്തകമായതിനാലാണ്. പുതിയ കാലത്തും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഭരണഘടനാ അവകാശങ്ങളൊക്കെ ആദിമ ഗോത്രജർക്ക് എത്രത്തോളം ലഭ്യമാകുന്നുണ്ട്. ഈ കാലത്തും അതിൻ്റെ ചൂഷണവും അതിൻ്റെ പലവിധത്തിലുള്ള പ്രശ്നങ്ങളെയും അവർ അതിജീവിക്കുമ്പോഴും ഇതെല്ലാം ഇവിടെ ഓക്കെയാണ്, ഇവിടെ സമത്വവും സ്വാതന്ത്ര്യവും സഹോദര്യവും എല്ലാം ഇവിടെ ഭദ്രമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പുതിയ കാലത്തെ അധികാരി വർഗങ്ങളെ അങ്ങനെ അല്ല, നിങ്ങൾ ഞങ്ങളോട് ചെയ്തത് ഇതാണ്, ഞങ്ങൾക്കിതൊരിക്കലും മറക്കാൻ പറ്റില്ല, ഞങ്ങളോട്, ഞങ്ങളുടെ പൂർവികരോട്, ഞങ്ങളുടെ ഗോത്ര ജനതയോട്, ഞങ്ങളുടെ അറിവുകളോട്, ഞങ്ങളുടെ സംസ്കാരത്തിനോട് നിങ്ങളെല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് ശക്തമായി പറയുകയും എല്ലാ കാലത്തും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ചരിത്ര ദൗത്യമാണ് ഈ പുസ്തകം നിർവഹിക്കുന്നത്. ആ ചരിത്ര ദൗത്യത്തെ ധീരതയോടുകൂടി ഏറ്റെടുക്കുകയാണ് മിസ്റ്റർ OK പ്രഭാകരൻ ഈ ഗ്രന്ഥത്തിലൂടെ ചെയ്യുന്നത്. താങ്ക് യു.